വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇനി രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന 9-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. വിദ്യകളിൽ വെച്ച് രാജാവും രഹസ്യങ്ങളിൽ വെച്ച് രാജാവുമായ, അതായത് അത്യുത്കൃഷ്ടവും അതിരഹസ്യവുമായ ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി പറഞ്ഞു തരാമെന്ന ഭഗവാന്റെ വാക്കുകളോടെയാണ് അധ്യായം ആരംഭിക്കുന്നത്. അഥ 9-മോऽധ്യായഃ രാജവിദ്യാ രാജഗുഹ്യയോഗഃ. ശ്രീഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. അന്വയം. ശ്രീ ഭഗവാൻ പറഞ്ഞു, യജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ ഇദം ഗുഹ്യതമം ജ്ഞാനം തു വിജ്ഞാനസഹിതം അനസൂയവേ തേ പ്രവക്ഷ്യാമി. അതായത്, യാതൊന്നിനെ അറിഞ്ഞാലാണോ നീ അശുഭത്തിൽ നിന്ന്, അതായത് സംസാര ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകുന്നത്, ആ ജ്ഞാനത്തെ വിജ്ഞാനസഹിതമായി അസൂയരഹിതനായ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ അസൂയരഹിതമായ മനസ്സുള്ളവനെ ഉത്തമ ജ്ഞാനലബ്ധിക്ക് അർഹനാകുന്നുള്ളൂ എന്ന സൂചന ശ്രദ്ധിക്കുക. ശ്ലോകം 2. രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. അന്വയം. രാജവിദ്യ ഇദം രാജഗുഹ്യം ഉത്തമം പവിത്രം പ്രത്യക്ഷാവഗമം ധർമ്മ്യം കർത്തും സുസുഖം അവ്യയം. അതായത്, വിദ്യകളിൽ വച്ച് ശ്രേഷ്ഠമായതിനാൽ രാജവിദ്യയായ ഈ ജ്ഞാനം അത്യന്തരഹസ്യവും പരിശുദ്ധവും സ്പഷ്ടമായി അറിയാവുന്നതും ധർമാനുസാരമായിട്ടുള്ളതും അനുഷ്ഠിക്കാൻ സുഖമുള്ളതും നശിക്കാത്ത ഫലമുള്ളവാക്കുന്നതും ആകുന്നു. ശ്ലോകം 3. അശ്രദ്ധധാനാ പുരുഷാ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യുസംസാരവർത്മനി. അന്വയം. പരന്തപ അസ്യ ധർമ്മസ്യ അശ്രദ്ധധാനാഃ പുരുഷാഃ മാം അപ്രാപ്യ മൃത്യുസംസാരവർത്മനി നിവർത്തന്തെ. അതായത്, അല്ലയോ അർജുന, ഈ ധർമ്മമാർഗത്തെ ശ്രദ്ധിക്കാത്ത ജനങ്ങൾ എന്നെ പ്രാപിക്കാൻ ഇടയാകാതെ ജനനമരണ രൂപമായ സംസാരത്തിൽ തന്നെ വർത്തിക്കുന്നു. അവർക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ലെന്ന് സാരം. ശ്ലോകം 4. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷവസ്ഥിതഃ. അന്വയം. അവ്യക്തമൂർത്തിനാ മയാ ഇദം സർവം ജഗത് തതം സർവഭൂതാനി മത്സ്ഥാനി അഹം ച തേഷു ന അവസ്ഥിതഃ. അതായത്, വ്യക്തമല്ലാത്ത സ്വരൂപത്തോടു കൂടിയ, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത സ്വരൂപത്തോടു കൂടിയ, എന്നാൽ ഈ ജഗത്ത് ആസകലവും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സകല ചരാചരങ്ങളും എന്നിലിരിക്കുന്നു, എന്നാൽ ഞാൻ അവയിൽ ഇരിക്കുന്നില്ല. സകല ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് സർവചരാചരങ്ങൾക്കും താൻ ആധാരമായി വർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ താൻ അവയിൽ ഇരിക്കുന്നില്ല എന്നതുകൊണ്ട് പരമാത്മാവിൻ്റെ പരിപൂർണമായ നിസ്സംഗതയാണ്, അല്ലെങ്കിൽ സംഘമില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. ശ്ലോകം 5. ന ച മത്സ്ഥാനി ഭൂതാനി പശ്യ മേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. അന്വയം. ഭൂതാനി മത്സ്ഥാനി ച ന മേ ഐശ്വരം യോഗം പശ്യ മമ ആത്മാ ഭൂതഭാവനഃ ഭൂതഭൃത്
ഭൂതസ്ഥ നച. അതായത്, എന്നാൽ യഥാർത്ഥത്തിൽ ഭൂതങ്ങൾ എന്നിൽ ഇരിക്കുന്നുമില്ല. എൻ്റെ ഈശ്വരീയമായ യോഗശക്തി നോക്കുക. എൻ്റെ പരമമായ സ്വരൂപം, അതായത് പരമാത്മാവ്, ഭൂതങ്ങളെ ഉണ്ടാക്കുന്നതും പാലിക്കുന്നതുമാണ്. എന്നാൽ ഞാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ല. ആ പരമാത്മാവിന് യാതൊരു വസ്തുവുമായും സംസർഗമില്ല. ഉദാഹരണത്തിന്, ഒരു മൺപാത്രം. ആ പാത്രത്തിന് ആധാരം മണ്ണാണ്. കാരണം മണ്ണില്ലാതെ ആ പാത്രം ഉണ്ടാക്കാനാവില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മണ്ണില്ലെങ്കിൽ ആ പാത്രത്തിന് അസ്തിത്വമില്ല. എന്നാൽ തിരിച്ച് മണ്ണിന് ആധാരമല്ല പാത്രം, അല്ലേ? അതായത്, ആ പാത്രമില്ലെങ്കിലും മണ്ണിന് നിലനിൽപ്പുണ്ട്. അതുപോലെയാണ് ഭഗവാനും സൃഷ്ടികളും, അല്ലെങ്കിൽ പ്രപഞ്ചവും. സൃഷ്ടികൾക്ക് ആധാരം ഭഗവാൻ. എന്നാൽ സൃഷ്ടികൾ ഇല്ലാതാവുമ്പോഴും ഭഗവാൻ അവശേഷിക്കുന്നു. ആശയം വ്യക്തമായി എന്ന് കരുതുന്നു. അടുത്ത ലക്കത്തിൽ ഭഗവാൻ തന്നെ ഇതിനെ ഉദാഹരിക്കുന്നത് കാണാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.